CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത: വികസനവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാനും അധികാരത്തോട് സത്യം വിളിച്ചു പറയാനും മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് മണ്ണാർക്കാട് മണ്ഡലത്തിൽ ആവേശ സ്വീകരണം. ആയിരക്കണക്കിന് UDF പ്രവർത്തകർ അണിനിരന്ന റാലിയോടെ പ്രതിപക്ഷ നേതാവിനെ പ്രവർത്തകർ തോളിലേറ്റിയാണ് വേദിയിലേക്ക് എത്തിച്ചത്. ആധുനിക സമൂഹത്തിൽ സ്ത്രീകളുടെ പദവി എവിടെ നിൽക്കുന്നുവെന്ന് പഠനം നടത്താനും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായ ചിത്രം തയ്യാറാക്കാനുമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വലജ വുമൺ സേഫ്റ്റി ഓഡിറ്റിംഗ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഡൽഹിയിൽ വെച്ച് നടന്ന 5ാമത് അന്താരാഷ്ട്ര കിക്ക് ബോക്സിംഗ് മത്സരത്തിൽ ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മുഹമ്മദ് ഷാമിലിന് ജന്മനാട് ഉജ്ജ്വലമായ സ്വീകരണം നൽകി. ചടങ്ങിൽ നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് മണ്ണാർക്കാട് മണ്ഡലത്തിൽ ആവേശ സ്വീകരണം. ആയിരക്കണക്കിന് UDF പ്രവർത്തകർ അണിനിരുന്ന റാലിയോടെ പ്രതിപക്ഷ നേതാവിനെ പ്രവർത്തകർ തോളിലേറ്റിയാണ് വേദിയിലേക്ക് എത്തിച്ചത്. പാലക്കാട് ഇനിയും വിസ്മയങ്ങൾ സംഭവിക്കും. മണ്ണാർക്കാട് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷം സമ്മാനിക്കും. UDF അധികാരത്തിൽ വന്നാൽ അട്ടപ്പാടി റോഡ് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയല്ലേ?
വെന്റിലേറ്ററിൽ കിടക്കുന്ന കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ആരോഗ്യവതിയാക്കി UDF കേരളത്തിലൂടെ നടത്തും. നമ്മൾ 8-9 മാസം മുമ്പ് ഒരു ഹെൽത്ത് കമ്മീഷൻ നിയമിച്ചു. പ്രതിപക്ഷമാണ്, ഭരണകക്ഷിയല്ല, ഗവൺമെന്റ് അല്ല. മികച്ച ഡോക്ടർമാർ, 300ഓളം ഡോക്ടർമാർ രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരുടെ കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തി. ഹെൽത്ത് കമ്മീഷൻ 600-ലധികം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടു. CCN മണ്ണാർക്കാട്. പാറൽ പൊതുജന വായനശാല റിപ്പബ്ലിക് സദസ് സംഘടിപ്പിച്ചു. പാറൽ വീട്ടിക്കാട് MLP സ്കൂളിൽ വെച്ചായിരുന്നു ചടങ്ങ്. പരിപാടി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ വായനയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വൊക്കാബുലറി, നമ്മുടെയൊക്കെ സംസാരത്തിൽ വരുന്ന ഭാഷ, നമ്മുടെയൊക്കെ സംസാരത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വായനയാണ് ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ സഞ്ചരിക്കാത്ത പ്രദേശങ്ങളിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുന്നത്, നമ്മൾ ഒരിക്കലും കാണാത്ത മനുഷ്യരുടെ വ്യഥകളിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുന്നത്, നമ്മളെ യാത്ര ചെയ്യിപ്പിക്കുന്നത് എല്ലാം തീർച്ചയായിട്ടും വായനയാണ്. വായന നൽകുന്ന അനുഭൂതി ഒരിക്കലും വായിക്കാത്തവർക്ക് മനസ്സിലാവില്ല, അത് വായിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. വായനയോളം വലിയ ഒരു അനുഭവ സംഗതി വേറൊരാൾക്കും നൽകാൻ കഴിയില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ ഏറ്റവും നന്നായി മറ്റ് കണ്ടന്റുകൾ ഓൺലൈനായിട്ട് വായിക്കുന്ന ആളുകളാണ്. നമുക്കെല്ലാം ഇപ്പോൾ ഡിജിറ്റൽ ഡിവൈസുകളിലൂടെ നമുക്ക് ലഭ്യമാകും. പക്ഷേ ഒരു പുസ്തകത്തിൻ്റെ മണം എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നിന്നും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളെ ചടങ്ങിൽ MLA പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. അത് കഴിഞ്ഞാൽ 2ാം വാർഡ് മെമ്പർ EP അയ്യൂബ് സർ, 10ാം വാർഡ് കോരങ്കം കരുത്തനായ വൈസ് പ്രസിഡന്റ് CK ഹാരിസിന് MLA ഉപഹാരം നൽകുന്നു, ആദരിക്കുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളായ വിദ്യാർത്ഥികളെ ആദരിക്കുകയും വായനശാല നിർവാഹക സമിതി അംഗം VK ഹംസ രചിച്ച ചരിത്രം എന്നിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു. MLA നജീബ് സാർ പുസ്തകം സ്വീകരിക്കുന്നത് നേതൃസമിതി കൺവീനർ വേലിക്കുട്ടി മാസ്റ്റർ. അടുത്തതായിട്ട് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ്, ബ്ലോക്ക് മെമ്പർ T സഫാന, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഭൂരഹിതരായ 11 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ആധാരങ്ങൾ കൈമാറി. തൃക്കടേരിയിൽ നടന്ന പരിപാടി ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനോടൊപ്പം നിൽക്കാത്ത പ്രത്യയശാസ്ത്രങ്ങൾക്ക് നിലനിൽപ്പില്ലെന്നും മനുഷ്യനെ നിരാശയ്ക്ക് വിട്ടുകൊടുക്കാതെ ചേർത്തുപിടിക്കാൻ ദർശനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും കഴിയണമെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു. നമ്മൾ ഒരുപാട് വളർന്നു എന്ന് എത്രയാണ് കണക്ക് എന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 5 ലക്ഷത്തോളം മനുഷ്യരിപ്പോഴും ഭൂരഹിതരായ നാടാണ് നമ്മുടെ നാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അതിന്റെ സൂക്ഷ്മതയിൽ ഒരു പക്ഷേ പറഞ്ഞേക്കാം. 5 ലക്ഷം മനുഷ്യര് ഭൂമിയില്ലാത്ത, 4 ലക്ഷത്തിലധികം, 5 ലക്ഷത്തോളം ആളുകൾ ഭൂമിയില്ലാത്ത, 4 ലക്ഷത്തോളം മനുഷ്യര് വീടില്ലാത്ത നാടാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ആ മണ്ണില്ലാത്തവൻ എന്താണ് റോഡ് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വീടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആകാശം മുട്ടേ നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ എങ്ങനെയാണ് വികസനത്തിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളുമായി മാറുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും വികസനം അല്ലെങ്കിൽ പുരോഗതി അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് അവൻ ജീവിക്കുന്ന മണ്ണിൽ അവന്റെ അടിസ്ഥാന ആവശ്യങ്ങളെങ്കിലും പൂർത്തീകരിക്കാനുള്ള സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒരുക്കി കൊടുക്കാൻ ഒരു ഭരണകൂടത്തിനും ആ രാജ്യത്ത് ജീവിക്കുന്ന സാമൂഹ്യ സംഘടനകൾക്കും സാധിക്കുന്നിടത്താണ് നാട് വളരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക. പീപ്പിൾസ് ഫൗണ്ടേഷൻ സംസ്ഥാന കോർഡിനേറ്റർ PI നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗുണഭോക്താക്കൾക്കുള്ള ആധാരങ്ങൾ MK മൊയ്തുട്ടി ഏറ്റുവാങ്ങി. തൃക്കടേരി പഞ്ചായത്ത് അംഗം ഷബീർ നീരാണി, ചെറുപ്പുളശ്ശേരി നഗരസഭാ കൌൺസിലർ സമീറ ഗഫൂർ, M സുലൈമാൻ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ്, നിഹാൽ വാഴൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബഷീർ ഷർഖി സ്വാഗതവും T നാസർ നന്ദിയും പറഞ്ഞു.
CCN ചെർപ്പുളശ്ശേരി. മാരായമംഗലം വേങ്ങനാട്ട് ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഭാഗവത നവാഹ സത്രത്തിന്റെ ലോഗോ പ്രകാശനവും പ്രഥമ വേങ്ങനാട്ടപ്പ പുരസ്കാര സമർപ്പണവും നടന്നു. സാംസ്കാരിക സമ്മേളനം അകത്തേക്കുന്നത്ത് മനക്കൽ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രഥമ വേങ്ങനാട്ട് ശ്രേഷ്ഠ പുരസ്കാരങ്ങൾക്ക് പറമ്പത്ത് രാമൻകുട്ടി നായർ, മഠത്തിൽ അപ്പുണ്ണി, വാസു കിഴോപ്രത്തൊടി എന്നിവർ അർഹരായി. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ PhD നേടിയ ബിപിൻ ശങ്കരന് വേങ്ങനാട്ട് പ്രതിഭാ പുരസ്കാരം വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരികുലം സമ്മാനിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾക്കായി നൽകുന്ന വേങ്ങനാട്ട് വിദ്യാദീപ്തി പുരസ്കാരങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ M സ്മരയ്ക്കും സംസ്ഥാന ശാസ്ത്രോത്സവത്തിലെ ഗണിതശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടിയ VP ആദിലക്ഷ്മിക്കും സമ്മാനിച്ചു. നെല്ലായ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ I ഷാജു, പ്രിയ മധു എന്നിവരാണ് ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ക്ഷേത്ര മേൽശാന്തി മണികണ്ഠൻ ശർമ്മ ഗുരുവായൂർ, MK വിശ്വനാഥൻ, ഉണ്ണികൃഷ്ണൻ അന്ത്രംകുന്നത്ത്, ഉണ്ണികൃഷ്ണൻ ദേവി പ്രസാദം, P മാധവൻ, ഉണ്ണികൃഷ്ണൻ, P ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ K അജിത് മാരായമംഗലം സ്വാഗതവും ഗീതാ ബാബു മന്നിശ്ശേരി നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ലക്കി സ്റ്റാർ മോളോഡ് സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് ഫൈനൽ പോരാട്ടം. സബാൻ FC കോട്ടയ്ക്കൽ ഉദയാപറമ്പിൽ പീടികയുമായി കൊമ്പ് കോർക്കും. രാത്രി 9 മണിക്കാണ് മത്സരം. സെമി ഫൈനൽ പോരാട്ടത്തിൽ സബാൻ കോട്ടയ്ക്കലും ബേസ് പെരുമ്പാവൂരും തമ്മിലുള്ള മത്സരത്തിൽ സബാനും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഉദയ FC പറമ്പിൽ പീടികയും ഏറ്റുമുട്ടിയതിൽ ഉദയ FCയുമാണ് ഫൈനലിൽ പ്രവേശിച്ചത്. മെർമർ ഇറ്റാലിയ ഫറോക്ക് സ്പോൺസർ ചെയ്യുന്ന സബാൻ FC മികച്ച ഫോമിലാണെങ്കിലും കരുത്തരായ ഉദയ പറമ്പിൽ പീടികയെ മറികടക്കുക അവർക്ക് വെല്ലുവിളിയാകും. മോസ്കോ പൊട്ടച്ചിറ സോണിക് ഗ്രാനൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. സ്ത്രീകൾക്കും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ടൂർണമെന്റിലേക്ക് പ്രവേശനം സൗജന്യമാണ്. ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. ഭീമനാട് ലങ്കേത്ത് ശ്രീ അയ്യപ്പ ക്ഷേത്ര ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പൻ വിളക്ക് ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചു നടന്ന ചടങ്ങുകളിൽ തച്ചനാട്ടുകര, കോട്ടോപ്പാടം, അലനല്ലൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നായി 100 കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. പുലർച്ചെ നിർമാല്യ ദർശനത്തോടെ ആരംഭിച്ച ചടങ്ങുകളിൽ ഗണപതി ഹോമം, വിശേഷാൽ അഭിഷേകം, ഉച്ചപൂജ, പള്ളിവേട്ട എന്നിവ നടന്നു. വൈകുന്നേരം ലക്ഷംകുന്ന് ഭാഗത്തു നിന്നും വർണ്ണാഭമായ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. രാത്രിയിൽ
രാത്രിയിൽ തായമ്പക, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം അയ്യപ്പ ജനനം ഉടുക്കുപാട്ടിലൂടെ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന പേട്ടെഴുന്നള്ളിപ്പ്, പൊലിപ്പാട്ട്, തിരിയൊഴിച്ചിൽ, വെട്ടും തടവും, കനൽച്ചാട്ടം എന്നിവയോടെയാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. വളാങ്കുളം നീലാഞ്ചേരി ശങ്കരനാശാൻ, കക്കാട്ടിൽ കൃഷ്ണനാശാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിളക്ക് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. അലനല്ലൂർ വിശ്വനും സംഘവും ചെണ്ടവാദ്യത്തിന് നേതൃത്വം നൽകി. CCN ചത്തല്ലൂർ. ആലിപ്പറമ്പ് കാവുംപുറം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും ഉപദേവത പ്രതിഷ്ഠയും ഭഗവതിക്ക് കളമ്പാട്ട് താലപ്പൊലി മഹോത്സവവും തിങ്കളാഴ്ച ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി പനാവൂർ കുട്ടൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച പ്രദക്ഷിണ വഴി, നൃത്തമണ്ഡപം എന്നിവയുടെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിക്ക് നട തുറക്കലോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. നിർമാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം, മഹാഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം ഉത്സവ പൂജകൾ, നിറമാല, ഉഷപൂജ എന്നിവ നടന്നു. ഭഗവതിക്ക് നവകം, പഞ്ചഗവ്യം എന്നീ വിശേഷാൽ പൂജകളും ഭക്തി നിർഭരമായി നടന്നു. രാവിലെ സാന്ദ്രാനന്ദം നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു. ഉച്ചയ്ക്ക് പാട്ടുകുറയിടൽ, ഉച്ചപ്പാട്ട് എന്നിവ നടന്നു. വൈകുന്നേരം ശുദ്ധിക്രിയാദികൾക്ക് ശേഷം ഭക്തിഗാനസുധയും ഭജനയും അരങ്ങേറി. രാത്രിയിൽ ക്ലാസിക്കൽ നൃത്തസന്ധ്യ, സമൂഹ കളംപാട്ട്, സന്ധ്യാവേല, കളംപൂജ, കളംപാട്ട് എന്നിവയും കളപ്രദക്ഷിണം, കൽപ്പന എന്നീ ചടങ്ങുകളും നടന്നു. CCN ചത്തല്ലൂർ. ആധുനിക സമൂഹത്തിൽ സ്ത്രീകളുടെ പദവി എവിടെ നിൽക്കുന്നുവെന്ന് പഠനം നടത്താനും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായ ചിത്രം തയ്യാറാക്കാനുമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബലജ വുമൺ സേഫ്റ്റി ഓഡിറ്റിംഗ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തൃശൂർ കിലയുമായി ചേർന്നാണ് ഗ്രാമപഞ്ചായത്ത് ഈ സുപ്രധാന പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സംരംഭം നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഏകദിന പരിശീലന ശില്പശാല ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ഒരു സേഫ്റ്റി ഓഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടി കിലയുടെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. 2009 മുതൽ സ്ഥിരമായി ശീർഷമരത്ത് വരാറുണ്ട്. ജെൻഡറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശീർഷമരത്ത് ആദ്യം വന്നത്. പിന്നെ നമ്മുടെ പഞ്ചായത്തുകളുടെ പരിപാടിയായിട്ട് വരാൻ തുടങ്ങി. അതിലും പഞ്ചായത്തിൻ്റെ പരിപാടികളിൽ പ്രത്യേകിച്ചും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമിലും വരാറുണ്ടായിരുന്നു. നിങ്ങൾ ജെൻഡർ റിസോഴ്സ് സെൻറ്റർ ആരംഭിച്ച പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. സ്ത്രീ പദവി പഠനത്തിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ്. കുടുംബശ്രീ എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ മികവുറ്റ പഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നാമത്തെ പഞ്ചായത്ത് എന്നും ശീർഷണവരാണ്. അത് മാഷിവിടെ 2005-10 കാലത്ത് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ മുതൽ അതിനുശേഷമുള്ള എല്ലാ ഭരണസമിതിയും അതിനോട് ഏറ്റവും നന്നായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളെ കൂട്ടിയോജിപ്പിക്കണമെന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരിലേക്കും ഇങ്ങനെ സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ശേഷവരം. ഗ്രാമപഞ്ചായത്ത്, ജെൻഡർ റിസോഴ്സ് സെന്റർ, കുടുംബശ്രീ CDS, ICDS എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് M. അരുണ, സ്ഥിരം സമിതി അധ്യക്ഷരായ KK ലിനി, VC ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ദ്വാരകനാഥ്, ലത സുരേഷ്, N. ദൃശ്യ, C. ഓമന, N. വിദ്യാലക്ഷ്മി, K. ശാലിനി, P. മണികണ്ഠൻ, V. ഗിരിജ, P. രജനി, മണികണ്ഠൻ പാലാങ്കുഴി എന്നിവർ സംസാരിച്ചു. കില ഫാക്കൽറ്റി അംഗങ്ങളായ G. രജിത, KC സന്തോഷ് കുമാർ, TM ഷിഹാബ് എന്നിവർ സന്നദ്ധ പ്രവർത്തകർക്കായി ക്ലാസ് എടുത്തു. CCN കടമ്പഴിപ്പുറം.
വികസനവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാനും അധികാരത്തോട് സത്യം വിളിച്ചു പറയാനും മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലപ്പുറം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃഭൂമി ഡിജിറ്റലിൽ സീനിയർ സബ് എഡിറ്ററായ നിരീനയെ ഈ നേട്ടത്തിന് അർഹയാക്കിയത് രക്ഷയില്ലല്ലോ ലക്ഷദ്വീപിന് എന്ന ലേഖന പരമ്പരയാണ്. ലക്ഷദ്വീപ് ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളികളും അവിടുത്തെ സാധാരണ ജനതയുടെ ആശങ്കകളും വസ്തുനിഷ്ഠമായി സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ ആ പരമ്പരയ്ക്ക് കഴിഞ്ഞു. ഭരണകൂട ഭീകരതയ്ക്കും ഏകപക്ഷീയ തീരുമാനങ്ങൾക്കുമെതിരെ ഉയർന്നു വരുന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് കരുത്തു പകരുക എന്നത് മാധ്യമധർമ്മമാണ്. അത് നിരീന തൻ്റെ തൂലികയിലൂടെ ഭംഗിയായി നിർവഹിച്ചു. രാംനാഥ് ഗോയങ്ക അവാർഡ്, സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ്, അങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ നിരീനയുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി ആവുകയാണ് ഈ പുരസ്കാരം. മലപ്പുറം പ്രസ് ക്ലബ്ബ് സ്ഥാപക നേതാവും ദേശാഭിമാനി മുൻ ജില്ലാ ബ്യൂറോ ചീഫുമായ പാലോളി കുഞ്ഞി മുഹമ്മദിന്റെ സ്മരണാർത്ഥം മലപ്പുറം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മാതൃഭൂമി സീനിയർ ഡിജിറ്റൽ സബ് എഡിറ്റർ നിലീന അത്തോളി മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ചടങ്ങിൽ മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയും മംഗളം സീനിയർ റിപ്പോർട്ടറുമായ VP നിസാറിന്റെ ഊരിലെ ഉജ്ജ്വല രത്നങ്ങൾ എന്ന പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ ആദ്യ കോപ്പി മുഖ്യമന്ത്രിക്ക് കൈമാറി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫ്രാൻസിസ് ഓണാട്ടിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് S മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ P ഉബൈദുള്ള MLA, CPM ജില്ലാ സെക്രട്ടറി VP അനിൽ, പുരസ്കാര ജൂറി അംഗം CP സെയ്തലവി, KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. പ്രസ് ക്ലബ് സെക്രട്ടറി VP നിസാർ സ്വാഗതവും ട്രഷറർ PA അബ്ദുൽ ഹൈ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാർ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നൂതന പദ്ധതികളുമായിക്കൊണ്ടാണ് നമ്മുടെ ഭരണസമിതി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ആലിപ്പറമ്പ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ജനങ്ങൾ കൂടുതലുള്ള, കർഷകരായ ആളുകൾ കൂടുതലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ആലിപ്പറമ്പ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ക്ഷേമം നൽകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് തീർച്ചയായും ഭരണസമിതിയുടെ അജണ്ട. അതിന് ഏറ്റവും കഴിവും പ്രാപ്തിയും ഉള്ളൊരു ടീമാണ് ഐശ്വര്യയുടെയും മോഹൻദാസ് ചാറിന്റെയും നേതൃത്വത്തിലാണ് ഇവിടെ ഉള്ളത് എന്നതിൽ ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ആ കടമകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അനുമോദിക്കാൻ വളരെ വൈകി ഈ പരിപാടിക്ക് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ പെരിന്തൽമണ്ണയിൽ CH സെന്ററുമായി ബന്ധപ്പെട്ട് പുതിയൊരു ചാരിറ്റി ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട സാദിഖലി ശാസ്ത്രങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഹസീന വിശദീകരിച്ചു. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾക്ക് മുൻഗണന നൽകുന്ന രീതിയിലാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മോഹൻദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK നവാസ്, MV സിനി, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ CT നൌഷാദ് അലി എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. ഡൽഹിയിൽ വെച്ച് നടന്ന 5ാമത് അന്താരാഷ്ട്ര കിക്ക് ബോക്സിംഗ് മത്സരത്തിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മുഹമ്മദ് ഷാമിലിന് ജന്മനാട് ഉജ്ജ്വലമായ സ്വീകരണം നൽകി. ചടങ്ങിൽ നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആലിപ്പറമ്പ് യൂത്ത് വിംഗ് അമ്പലംകുന്ന് ക്ലബ്, ലക്കി സ്റ്റാർ എടായ്ക്കൽ, മിലാനോ ഒലിയത്ത് എന്നീ ക്ലബ്ബുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാടിന്റെ അഭിമാന മക്കളാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമായ ഷാമിലിനെ ഈ നേട്ടത്തിലേക്ക് കൈവരിച്ചത് പ്രിയപ്പെട്ട
യൂത്ത് വിംഗ് അമ്പലംകുന്ന് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഭിനേഷും ഷാമിലൊക്കെ നേടിയ നേട്ടം ഈ തോതയിലെ വളർന്നു വരുന്ന അവിടെ ഈ പിഞ്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രചോദനമാണ്. അവർക്ക് അതിനേക്കാൾ വലിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള പ്രചോദനം. ഈ നാട്ടിൽ ഇങ്ങനെ ഈ കുട്ടികളെ ആദരിക്കുമ്പോൾ ആദരിക്കപ്പെടുന്നത് ഈ നാടാണ്, ഈ പ്രദേശമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്ര ഉന്നതമായ അംഗീകാരങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് കടന്നു പോകാൻ കഴിഞ്ഞിരിക്കുന്നു. ഷാമിൽ പറഞ്ഞത് 7ാം ക്ലാസ് മുതൽ അവൻ തുടങ്ങിയ ഒരു യാത്രയാണ്. ആ യാത്ര ഇന്ന് ഇന്ത്യയുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് രാജ്യാന്തര തലത്തിൽ ഗോൾഡ് മെഡൽ നേടിക്കൊണ്ടാണ് അവൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ സന്തോഷമുള്ള. ഷാഹിദ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ ഉസ്മാൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഫൈസൽ, ഷഫീഖ്, CP ഹംസക്കുട്ടി, S അമീൻ, പത്മനാഭൻ, ഗോപാലൻ എന്നിവർ സംസാരിച്ചു. സിന്ധു നന്ദിയും പറഞ്ഞു. അന്താരാഷ്ട്ര വേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് ഷാമിലിന് ക്ലബ്ബ് ഭാരവാഹികൾ സ്നേഹോപഹാരങ്ങൾ കൈമാറി. CCN പെരിന്തൽമണ്ണ. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ മേഖലാ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ശിവൻകൊപ്പം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള പെരിന്തൽമണ്ണ മേഖലാ കമ്മിറ്റിയുടെ സമ്മേളനമാണ് പെരിന്തൽമണ്ണ അസ്ലം ഹാളിൽ നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് ശിവൻകൊപ്പം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ പ്രസിഡന്റ് സറഫുദ്ദീൻ അധ്യക്ഷനായി. സെക്രട്ടറി രാജേഷ് പുളിങ്കാവ് സ്വാഗതവും ട്രഷറർ പ്രശാന്ത് നന്ദിയും പറഞ്ഞു. ടയർ മേഖലയെ അവശ്യ സർവീസായി മാറ്റണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി അശോകൻ തൂതയെ പ്രസിഡന്റായും ഫൈസൽ കുന്നപ്പള്ളിയെ സെക്രട്ടറിയായും മുഹമ്മദ് അലി വെറ്റിലപ്പാറയെ ട്രഷററായും തെരഞ്ഞെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസനവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാനും അധികാരത്തോട് സത്യം വിളിച്ചു പറയാനും മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് മണ്ണാർക്കാട് മണ്ഡലത്തിൽ ആവേശ സ്വീകരണം. ആയിരക്കണക്കിന് UDF പ്രവർത്തകർ അണിനിരന്ന റാലിയോടെ പ്രതിപക്ഷ നേതാവിനെ പ്രവർത്തകർ തോളിലേറ്റിയാണ് വേദിയിലേക്ക് എത്തിച്ചത്. ആധുനിക സമൂഹത്തിൽ സ്ത്രീകളുടെ പദവി എവിടെ നിൽക്കുന്നുവെന്ന് പഠനം നടത്താനും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായ ചിത്രം തയ്യാറാക്കാനുമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വലജ വുമൺ സേഫ്റ്റി ഓഡിറ്റിംഗ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഡൽഹിയിൽ വെച്ച് നടന്ന 5ാമത് അന്താരാഷ്ട്ര കിക്ക് ബോക്സിംഗ് മത്സരത്തിൽ ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മുഹമ്മദ് ഷാമിലിന് ജന്മനാട് ഉജ്ജ്വലമായ സ്വീകരണം നൽകി. ചടങ്ങിൽ നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.